ഹലോ ഗൈസ്, മല്ലു ടാറ്റു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ വ്ളോഗ് തുടങ്ങിയ അന്ന് തൊട്ട് ഇപ്പം വരെ ഇന്നും ഒരു ഇനോഗ്രേഷൻ വ്ളോഗാണ്. വേറെ ആരെയല്ല, നമ്മളെ സ്വന്തം ട്രിബിയൻ ഫുഡീര പുതിയൊരു ഷോപ്പിന്റെ ഇനോഗ്രേഷനാണ്. ഷോപ്പല്ല, ഇതൊരു ഫുഡ് സ്പോട്ടാണ്. എന്തെന്ന് അറിഞ്ഞൂടാ ഗൈസ്, ഒരുപാടായി ഇനോഗ്രേഷൻ വ്ളോഗ്സോടെ വ്ളോഗ്സ്. അതായത് എൻ്റെ ചാനലിന്റെ കണ്ടന്റ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആണെങ്കിലും കൂടുതലും ഇനോഗ്രേഷൻ വ്ളോഗ്സ് ആണ് ഗൈസ് എടുത്തിട്ടുള്ളത്. അപ്പം എന്തായിരുന്നാലും നമ്മളെ മച്ചാന്മാരൊക്കെ തുടങ്ങുന്നതല്ലേ, അപ്പം എന്തായിരുന്നാലും നമുക്ക് വ്ളോഗായിട്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം എന്തായിരുന്നാലും നമുക്ക് ഇവിടുത്തെ ഇനോഗ്രേഷൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ട്, കാണുന്നുണ്ട്, അതാണ് സ്പോട്ട്. അപ്പോൾ അവിടെ ഒരുപാട് പേരൊക്കെ നിൽപ്പുണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇത്രയും ക്രൗഡുണ്ട് ഇവിടെ. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് പേരെയൊക്കെ അറിയാം, അവിടെ കാണുന്നുണ്ട്. സുഖമാണ്. പേരെങ്ങനെയായിരുന്നു? അർജുൻ. ഇതാണ് ട്രിവിയൻ്റെ അമ്മ അല്ലേ? ഭയങ്കര ഒരു സ്പെഷ്യൽ സലാഡാണ്. കയ്യിലല്ലാത്ത അല്ലേ സംതിങ് ഡിഫറെന്റ്. വേറൊരു ഇനോഗ്രേറ്റ് ചെയ്ത നമ്മളെ ലക്ഷ്മി മാം ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മാം എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഓക്കെ. പിന്നെ നമ്മളെ സ്വന്തം സതീഷ് ഏട്ടാ ഉണ്ട്. വ്രതമൊക്കെ മുറിച്ച് നേരത്തെ മുറിച്ചായിരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ സ്വന്തം പ്രമുഖ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമേഴ്സും ആയിട്ടുള്ള ഫുഡ് വ്ളോഗേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഫുഡി ഫൈസി ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളെ സ്വന്തം ബോൺ അപ്പറ്റൈറ്റ് വ്ളോഗ്സ് ഹരി കസിനാണ്. ഓക്കെ. അപ്പൊ ബ്രോ നമ്മളെ സാബു മാൻ ഹൈ ഓൺ ഫുഡ് അല്ലേ? ഹായ് ബ്രോ. ആര്യ മോഹൻ നായർ, ആ പേര് എനിക്കറിയാമല്ലോ, അതാണ് ഞാൻ പറയാം. നമ്മുടെ സ്വന്തം മച്ചാനും കൂടി എത്തിയിട്ടുണ്ട്, E10 TVയും. ഓക്കെ, പേരും കൂടി ഷെഹിൻ. ഓക്കെ, നമ്മളെ എല്ലാ ഫുഡ് വ്ളോഗേഴ്സും ഇവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അല്ലേ? വിവേക് കോവളം, നമ്മളെ ഡെവറവിളി അണ്ണന്റെയൊക്കെ സ്വന്തം ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ, എല്ലാം ഓൾ ഇൻ ഓൾ ആണ് അല്ലേ? സുൽത്താൻ ഡെലിഷ്യസിലെ ഫുഡ് സതീശേട്ടൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൊതി തോന്നി ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ സതീശേട്ടൻ നമ്മളെ ഫുഡ് ഹണ്ടർ TVയും കൂടി ഇതാ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാ അടുത്ത നമ്മളെ സ്വന്തം മച്ചാന്മാരിതാ ഇവിടെ എല്ലാരും ഉണ്ട്. തെക്കൻ മല്ലൂസ്
മച്ചാന്റെ പേര് ആഷിഖ്. അഭിലാഷ്. ഓക്കെ. കിരൺ. ബ്രോയുടെ പേര് സൂരജ്. ഓക്കെ. അപ്പം ഫുഡൊക്കെ കഴിച്ചില്ലല്ലേ എല്ലാരും? അത് വിക്കിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ അകത്ത് കുറെ പ്രാവശ്യം വിക്കായി. ഹായ് ബ്രോ. സുഖമാണോ? അടിപൊളിയായിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ലിറ്റിൽ ടീ മാൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അടുത്ത മാൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മുടെ സ്വന്തം അൽത്താഫ് വ്ലോഗ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയ പ്രോഗ്രാംസ് ഒക്കെ നന്നായി പോകുന്നു. ഇപ്പോൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് വന്നേ. വ്ലോഗുകളൊക്കെ കാണാറുണ്ട്, എല്ലാം നല്ല കിട്ടിലാണ്. കയറി വരട്ട്. അത് പറയേണ്ട കാര്യമൊന്നുമല്ല. അതൊക്കെ നിനക്ക് നടൻ അറിഞ്ഞൂടാടാ. സിനിമ നടനെ കണ്ടിട്ടില്ലേടാ നീ? വ്ലോഗ് സിനിമയാണ് നീ. സിനിമയിലൊക്കെ അഭിനയിച്ചു. ആദ്യത്തെ പടം ദുൽഖറിന്റെ കൂടെ ആയിരുന്നു എന്നൊക്കെയുള്ള സത്യം എല്ലാവർക്കും അറിയാം. കയറി വന്നത് ഇതൊക്കെ ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മളെ ആൻഡപ്പൻ ആർജയായിരുന്നു. ഇനിയിപ്പോ പുതിയ പ്ലാൻ വിചാരിക്കുന്നു, അറിഞ്ഞൂടാ. അങ്ങനെ ഓക്കെ. ഇന്നോഗ്രേഷൻ നടത്താൻ പോണെന്നോ ഉണ്ടല്ലോ. എന്നിട്ട് നീ എനിക്ക് അയച്ചു തന്നാ? നമ്മളെ സ്റ്റോറി കാണുന്നുണ്ട്, നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ പോലും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കയറൂല. വിളിച്ചു പറയാലോ അവന്. എന്ത് അല്ലല്ല, നീ പപ്പ പഠിക്കില്ല. ഇനി പപ്പ പഠിക്കില്ല. വിളിച്ചപ്പോ ഫോൺ എടുത്തിട്ടില്ല. എന്തൊന്ന് കഥയാടാ തെക്കൻ മല്ലൂസില്. എവിടെ അവളോട് അവിയോടെ ഷെടാ ബാക്കി വന്ന് നിന്നിട്ടാടാ നീ. നമ്മളെ അഭിയും കൂടി എത്തിയിട്ടുണ്ട്. ഇനിയാണ് നീ നിന്റെ യഥാർത്ഥ മുഖം കാണിക്കും. ഒതുങ്ങിപ്പോയില്ലേ നീ? ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു. നല്ല ഈ പൂക്കളം ഷർട്ടിനെ കുറിച്ച് എന്തോ അഭിപ്രായം? ഞാൻ പുഷ്പിച്ചിരിക്കും. അതവൻ തന്നെ. വേറെ ഒരാളെ ആവശ്യമില്ല. ഇത് നമ്മുടെ വീഡിയോയിലുള്ള പൂർണിമ. ഇത് നബു വീഡിയോയിലുണ്ട്. ഇത് സുഫിയാൻ വീഡിയോയിലുണ്ട്. അപ്പൊ സ്പൈഡിയാണ് ഇവിടുത്തെ ജ്യൂസ് മേക്കർ. നല്ല ഹെവി സാധനങ്ങളും നല്ല സെറ്റ്. എന്താ സ്പൈഡർമാൻ. നല്ല സെറ്റ് കോമ്പിനേഷനും ഫ്യൂഷൻസ് ഒക്കെയാണ് ഇവന്റെ പ്രിപ്പറേഷൻസ്. ഒരെണ്ണം ഇപ്പൊ നമ്മൾ ഓൾറെഡി കുടിച്ചേ ഉള്ളൂ. ഇനി അടുത്തതും കൂടി എടുക്കണമേ. ഇവൻ തന്നെ കുടിപ്പിച്ച് കൊല്ലുന്നാണ് തോന്നണം. ഇതെന്തോടെ? ഇതിന്റെ പേരെന്താണ്? സിമ്പിൾ ഷേക്ക് ആണ് ഇവിടുത്തെ മെയിൻ ഷെഫ് അല്ലേ? പേരെന്താണ് ഇതിന്റെ? അഭിനവ്. അപ്പൊ ഇവനെ പ്രത്യേകം എടുത്ത് ഞാൻ പറയുന്നത്, കാരണം നൈസ് ഫുഡും നൈസ് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് അല്ലേ? നല്ല രീതിയിലൊക്കെ നൈസ് സാധനങ്ങളാണ് സെറ്റ് ചെയ്ത് തരുന്നത്. എന്തൊക്കെയാണ് നിന്റെ മെയിൻ കോഴ്സസ്? എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്സിക്യൂട്ടീവ് ഷെഫാണ് ഞാൻ. അറബിക്, ചൈനീസ്, പിന്നെ അതിന്റെ കൂടെ ക്വാണ്ടി, അതിൽ ജ്യൂസ്, ചായ എല്ലാം ഇൻക്ലൂഡ്. അങ്ങനെയാണ് ഐറ്റം ചെയ്യുന്നത്. നമ്മളിവിടെ അത് ഇന്ന് ജ്യൂസും ചായയും ബിരിയാണിയാണ് കൊടുക്കുന്നത്. അൺലിമിറ്റഡ് ബിരിയാണിയാണ്. ഇനിയും നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇൻട്രോഡ്യൂസ് ചെയ്യും. അപ്പം നമ്മളെ ബാക്കിൽ നിൽക്കുന്ന നമ്മളെ സ്വന്തം റിവ്യൂവിൻ്റെ വലിയൊരു ചെറിയൊരു സംരംഭമാണിത്. ലക്ഷ്മി നായർ മാം നല്ലൊരു വലിയൊരു ഫുഡ് ബ്ലോഗ് ആക്കി നമ്മളെ ഒരുപാട് ട്രിവാൻഡ്രത്തുള്ള തന്നെ നല്ല ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ എല്ലാവരുടെയും കോർഡിനേഷനൊക്കെ കൊണ്ട് നല്ല പൊള്ളി വൈബൊക്കെ ആയിരുന്നു. ആലപ്പുഴയുള്ള നമ്മളെ സ്വന്തം, നിങ്ങൾ എന്തായാലും ഒരു വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാവും, നമ്മളെ ബോണപ്പറ്റേക്ക് ഹരി. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ഫുൾ വൈബും? നിന്നെ ഹാപ്പിയായിരുന്നു? വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ, എന്നാൽ എന്താ പറയുക, മോശപ്പെട്ട കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഷോപ്പിലേക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഇൻക്ലൂഡിങ് സച്ചിൻ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമുക്ക് 100% സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുമില്ല എന്നുള്ള ഇതിൽ. പക്ഷേ ആസ് ഓഫ് നൗ ഈ സെക്കൻഡ് വരെ ഐ ആം റിയലി ഹാപ്പി. അപ്പോൾ എന്തായാലും സുൽത്താൻ ഡിലീഷിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോ ഒന്നുമല്ല. അപ്പോൾ ഗൈസ്, എന്തായിരുന്നാലും എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈബും ആംബിയൻസും എല്ലാം നൈസായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ഈ പറഞ്ഞ കണക്കിനത്തെ ഈ ബിരിയാണി, ഇത് എന്ത് സ്റ്റൈൽ ബിരിയാണിയാണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഈ കാറിൻ്റെ ഇഷ്യൂ നടന്ന സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ വേറെ സ്ഥലത്തോട്ട് താമസിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ അവിടെ ഞാൻ ഇത്രയും നാളായിട്ട് കാണാത്തൊരു ഫുഡ് സ്പോട്ട് ഉണ്ടായിരുന്നു. ഒരു ഇക്കയുടെ കട, ആശുപത്രി. അവിടെ ബിരിയാണി അടിപൊളിയാണ്.
ഞാൻ ഈ ഇഷ്യൂവിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുന്ന പുറത്ത് വീട്ടിൽ ഞാൻ കഴിച്ചു, പുറത്ത് കഴിക്കണം എന്നിട്ട് ഈക്കയുടെ ബിരിയാണി സ്ഥലം കഴിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇത് വ്ളോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഷോപ്പിനെ പറ്റി ചോദിച്ചപ്പം ഞാൻ ഈക്കയോട് ചോദിച്ചു ഈക്കയുടെ ബിരിയാണി. നൈസ് ബിരിയാണി ആയിട്ടായിരുന്നു. ഐക്കയ്ക്ക് ഒരു സുൽത്താൻ്റെ ലുക്കുണ്ട്. സുൽത്താൻ ബിരിയാണി എന്നുള്ള രീതിയിലല്ല. അതിനെ നീ നെയിം ചെയ്ത് പ്രൊമോട്ട് ചെയ്തല്ല, പക്ഷെ പ്രൊമോട്ട് ചെയ്യേണ്ട സാധനം തന്നെയാണ്. നൈസ് ഫുഡായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് ഫുഡ്, നൈസ് റൈസ് ആയിരുന്നു. എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം നീ ഹാപ്പി ആണല്ലോ? ഞാനും ഹാപ്പിയാണ് ഗൈസ്. എനിക്ക് ഓൾറെഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയുടെ ഇൻട്രോയിലും പറഞ്ഞു തുടങ്ങിയതെന്ന് അറിയാമോ? ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഇനോഗ്രേഷൻ വ്ളോഗ്സാണ് കൂടുതൽ. എന്നെ ഒന്ന് ഗസ്റ്റ് ആയിട്ട് വിളി ഗൈസ് നിങ്ങൾ. ഇനി ചാനൽ നെയിമൊക്കെ മാറ്റേണ്ടി വരുമല്ലോ. അതാ ഗൈസ്, ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല വിജയകരമായിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പം എൻ്റെ എല്ലാവിധ വിശ്വസി നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.